ഭാര്യയുടെ വിവാഹ ഫോട്ടോയിലെ വിരലുകൾ മടക്കിയുള്ള ആംഗ്യം ദൈവത്തിന്റെ ക്ഷമയ്ക്കായി പ്രാർത്ഥിക്കുന്നതിനെ സൂചിപ്പിക്കുന്നത്. ആകസ്മികമായി കണ്ടതോടെ ആ വ്യക്തിക്ക് അവരുടെ ദാമ്പത്യത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. അടുത്ത ദിവസം അയാൾ നിശബ്ദത പാലിച്ചു. ഭാര്യയുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചു. പുറത്തേക്ക് പോകുമ്പോൾ, ഞാൻ നിനക്കുവേണ്ടി വിരലുകൾ കോർക്കാം, ഐൽ ക്രോസ് മൈ ഫിംഗേഴ്സ് ഫോർ യു എന്ന് അയാൾ മനഃപൂർവ്വം പറഞ്ഞു. ഭാര്യ ആദ്യം ഞെട്ടിയെങ്കിലും ഒരു കൃത്രിമച്ചിരി നൽകി ഒരു പുരുഷന്റെ അടുത്തേക്ക് വേഗത്തിൽ പോയി. അയാൾ അവളെ പിന്തുടർന്ന് ആശുപത്രിയിലേക്ക് ചെന്നു. എന്നാൽ നഴ്സ് അയാളെ അകത്തേക്ക് കടത്തിവിട്ടില്ല. പോകാൻ ഭാവിക്കുകയും തിരികെ വരികയും ചെയ്ത അയാൾ വീൽചെയറിലുള്ള രോഗികളെയും ഷെൽഫ് തള്ളുന്ന ജീവനക്കാരെയും ഒഴിവാക്കി ഓപ്പറേഷൻ റൂമിലേക്ക് പോയി. ഡോക്ടർ കത്തിയെടുക്കാൻ പോവുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് രോഗി എഴുന്നേറ്റു. എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തോന്നി. യഥാർത്ഥത്തിൽ ഈ വലിയ വയലിൽ അയാൾക്കു വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ഒരിടത്താണ് ഈ വ്യക്തി ജീവിക്കുന്നത്. 5000 ക്യാമറകൾ എല്ലാ സമയത്തും ഇയാളുടെ ജീവിതം തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. നിരവധി ആളുകൾ ഇയാളുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഇയാളെ കൂടാതെ സംവിധായകൻ ഇയാളുടെ ജീവിതത്തിൽ പലവിധ പരസ്യങ്ങളും ഒളിപ്പിച്ചുവച്ചിട്ടുണ്ട്. ഒരിക്കൽ ജോലി ചെയ്യുന്നതിനിടെ ഇയാളുടെ മുന്നിൽ ഒരു ലൈറ്റ് വീണു. യാത്രാവിമാനത്തിന്റെ ഭാഗങ്ങൾ താഴെ വീണു എന്ന് റേഡിയോയിൽ കേട്ടു. അയാൾ അത് വിശ്വസിച്ചു. ഇൻഷുറൻസിനായി എതിർവശത്തുള്ള ദ്വീപിലേക്ക് പോകാൻ മാനേജർ ആവശ്യപ്പെട്ടു. അതിനാൽ അയാൾ ഡോക്കിലേക്ക് പോയി. എങ്കിലും കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം ഇത് കാണാൻ പോയപ്പോൾ അച്ഛൻ കൊടുങ്കാറ്റിൽപ്പെട്ട് വെള്ളത്തിൽ വീണിരുന്നു. അതിനാൽ അയാൾക്ക് കടലിനെക്കുറിച്ച് ഒരു മാനസിക ഭയമുണ്ടായിരുന്നു. ബോട്ടിൽ കയറാൻ ധൈര്യപ്പെട്ടില്ല. പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച സ്വന്തം അച്ഛനെ അയാൾ വഴിയിൽ കണ്ടു. അയാൾ ശബ്ദമുണ്ടാക്കിയ ഉടൻ ജീവനക്കാർ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി. അയാൾ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും തടയപ്പെട്ടു. കാറിലെ റേഡിയോ കേടായി. സ്റ്റുഡിയോ ചാനൽ അതിൽ പ്രവേശിക്കുകയും ഇയാളുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതൊരു അപകടമായിരുന്നു എന്ന് പ്രോഗ്രാം വിശദീകരിച്ചെങ്കിലും അയാൾക്ക് സംശയമായി തുടങ്ങി. തന്റെ ചുറ്റുമുള്ള ആളുകളും കാര്യങ്ങളും എപ്പോഴും ആവർത്തിക്കപ്പെടുന്നുവെന്ന് അയാൾ കണ്ടെത്തി. താൻ ആരോടെങ്കിലും നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് അയാൾക്ക് കൂടുതൽ ഉറപ്പായി. അയാൾക്ക് അവിടെ നിന്ന് പോകണമെന്ന് തോന്നി. ട്രാവൽ ഏജൻസി ടിക്കറ്റ് നൽകാൻ ഒഴിവുകഴിവുകൾ പറഞ്ഞു. ബസ് ഡ്രൈവർ കാർ പുകയിട്ടു. അതിനാൽ അയാൾ നേരിട്ട് വണ്ടിയോടിച്ച് പുറത്തുപോയി. പക്ഷേ ഒരു മലയിലെ തീയും ആണവനിലയത്തിലെ അപകടവും കാരണം തടയപ്പെട്ടു. അയാൾ സാധാരണ രീതിയിൽ പെരുമാറുകയും രാത്രിയിൽ ബേസ്മെന്റിൽ കിടന്നുറങ്ങുകയും ചെയ്ത് സംവിധായകനെ കബളിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അയാൾ കടലിനോടുള്ള ഭയത്തെ മറികടന്ന് കപ്പൽ യാത്ര തുടങ്ങി. സംവിധായകൻ ഒരു കൊടുങ്കാറ്റ് ഉപയോഗിച്ച് തടസ്സം സൃഷ്ടിച്ചെങ്കിലും അയാൾ പിന്മാറിയില്ല. ഒടുവിൽ കപ്പൽ ആകാശത്തെ തുളച്ചു. ഈ ലോകം വ്യാജമാണെന്ന് അയാൾ കണ്ടെത്തുകയും പുറത്തുകിടക്കുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. പുറം ലോകവും വ്യാജമാണെന്ന് പറഞ്ഞ് സംവിധായകൻ അവിടെത്തന്നെ നിൽക്കാൻ ഉപദേശിച്ചു. എന്നാൽ ആ വ്യക്തി തലകുനിച്ച് പുറത്തുപോയി. കാഴ്ചക്കാർ ആർപ്പുവിളിച്ചു.